ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. ഒരു ഈവനിങ് ഷോപ്പിങ്ങും ആൻഡ് ഫുഡിങ്ങും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് പോകാം. സോ ഗെറ്റ് റെഡി വിത്ത് മീ. ഒരു നെക്ക് ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇതൊരു 2 ലെയർ വരുന്ന നെക്ക് ചെയിനാണ്. പിന്നെ ഒരു ഗോൾഡിൻ്റെ ഇയറിങ്, പിന്നെ ഐബ്രോ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇട്ടിട്ടുണ്ടെന്ന് അറിയാത്ത രീതിയിലുള്ള ഗോൾഡ് കളറ് ഐ ഷാഡോ ഇടുന്നുണ്ട്. ഇനി ചെറിയ രീതിയിലൊന്ന് കണ്ണെഴുതി കൊടുക്കാം. എനിക്ക് വാലിട്ട് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വാലിട്ട് കണ്ണെഴുതാം. അധികം വലിയ എക്സ്പേർട്ടൊന്നുമല്ല കണ്ണെഴുതുന്നതിൽ. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, അങ്ങനെ എഴുതി കൊടുക്കും. കണ്ണിൻ്റെ അടിയിൽ എഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ണിൻ്റെ അടിയിലും എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് മസ്കാരയാണ്. പിന്നെ മേക്കപ്പിൽ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള പ്രോസസ്സാണ് ഇത്, ബ്ലഷ് ഇടൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ് ഇടാനായിട്ട്. അപ്പോൾ അത് കുറച്ചും കൂടി വാരിപ്പൊത്തി കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഓവറാക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നില്ല, ചെറിയ രീതിയിൽ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് പുറത്ത് പോകുന്നത് ഏതൊരു ഗേൾസിനും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. സോ ലിപ്സ്റ്റിക്ക് നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലിൽ കൂടെ ചെറിയൊരു ഗ്ലോ കിട്ടാനായിട്ട് ലിപ്പ് ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി റെഡി ആയി കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഡണ്ണായി. ഇനി ഹെയർ മാത്രം കെട്ടണം. ഹെയർ കെട്ടുന്നത് ഒരു വലിയൊരു ടാസ്ക്കാണ് എനിക്ക്. എപ്പോഴും എനിക്ക് ഹെയർ പുട്ടപ്പ് ചെയ്ത് നടക്കുന്നത് ഇഷ്ടം. കാരണം എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസിയാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പുട്ടപ്പ് ചെയ്ത് നടക്കുക. ഇതിപ്പോൾ സൈഡിൽ കൂടെ ബ്രീഡ് ചെയ്തിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഈ ഒരു സ്റ്റൈലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. എപ്പോഴും മിക്ക ടൈമിൽ ഇത് തന്നെ യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഫൈനൽ റെഡിയായി. നെക്സ്റ്റ് ഒരു പെർഫ്യൂം അടിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഇറങ്ങാം. ഇവിടെ ലേഡീസ് അക്കോമഡേഷനാണ്. നമ്മുടെ ക്വാർട്ടർവേസിൻ്റെ തന്നെ ലേഡീസ് അക്കോമഡേഷൻ്റെ ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. സോ അവിടെ ആകുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ലോഗ് ബുക്കാണ്. പോകുമ്പോഴും വരുമ്പോഴും എൻട്രി ചെയ്യണം. ടൈമിങ്സും പേരും ID നമ്പറൊക്കെ ഇതിൽ എൻട്രി ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഇന്നത്തെ മെയിൻ ഉദ്ദേശം തന്നെ പുറത്തിറങ്ങുന്നത് പറഞ്ഞാൽ ഫുഡ് കഴിക്കാം. ഔട്ട് സൈഡ് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ്. ബിക്കോസ് കുറേ നാളായി ഔട്ട് സൈഡ് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ നേരെ ഹിമാലയ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. ഇവിടുത്തെ മോമോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ആംബിയൻസും ഒക്കെ ഭയങ്കര സൂപ്പറാണ് ഈ ഹോട്ടലിൽ. ഞാനൊരു ചിക്കൻ സ്റ്റീംഡ് മോമോസ് ആൻഡ് മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തു. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. കാരണം അവർ അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നതായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. പിന്നെ അവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കും, ആംബിയൻസ് ഒക്കെ കണ്ട് അവിടുത്തെ പാട്ടൊക്കെ കേട്ട് നേപ്പാളി സോങ്ങൊക്കെ കേട്ടിട്ട് ഒന്നും മനസ്സിലാവില്ലെങ്കിലും അതൊക്കെ കേട്ടിട്ട് അങ്ങനെ ഇരിക്കും. ഒരു നേപ്പാളി ചേട്ടൻ എന്താ പോപ്കോണൊക്കെ കൊണ്ടുവന്നു. പിന്നെ ആ പോപ്കോണൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഷേക്ക് വന്നു, ഷേക്ക് കുടിച്ചു. ഷേക്ക് സൂപ്പറായിരുന്നു. ഓവർ ഷുഗർ ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെ മോമോസ് വന്നു. മോമോസും ഒരുപാട് സൂപ്പറായിരുന്നു. ഞാൻ കുറേ നാളായി മോമോസ് കഴിച്ചിട്ട്. അങ്ങനെ മോമോസും കഴിച്ചു. ഫിനിഷ് ആക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കുറച്ച് നേരം ലേറ്റായി. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഒന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാ കടയിലും കയറി ഇറങ്ങുന്നത് ഞങ്ങളുടെ ഒരു സ്വഭാവം കേട്ടോ. ഞാനൊക്കെ ഔട്ട് സൈഡിൽ പോകുമ്പോൾ ഇങ്ങനെ എല്ലാ കടയിലും കയറും. പക്ഷേ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിയില്ലെങ്കിലും എന്തോ എല്ലാതും കണ്ടിട്ട് വരണം ഞങ്ങൾക്ക്. ഇതെന്താണെന്ന് അറിയോ ഗൈസ്? ഒറിജിനൽ ഗോൾഡാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല. ഇവിടെ മിക്ക ഷോപ്സിലും ഇങ്ങനെ ഈ ഒരു റോ ഫുള്ളായിട്ട് ഗോൾഡിൻ്റെ മാത്രം ജ്വല്ലേഴ്സാണ്. 24 കാരറ്റിൻ്റെ. ഈ അറേബ്യൻ കൺട്രീസിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഫുൾ ഗോൾഡായിരിക്കും ഓരോ ഷോപ്പിലും. മിക്ക ഷോപ്സിലും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പം മിക്ക ഷോപ്സിലും സമ്മർ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. ഡ്രസ്സിനായാലും മേക്കപ്പ് ഐറ്റംസിനായാലും സാൻഡൽസിനായാലും ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. പിന്നെ കോസ്മെറ്റിക് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാനായിട്ട് ഈ ഷോപ്പിൽ കയറി. ഇവിടെയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടുന്ന് ഇറങ്ങാനേ തോന്നില്ല. പിന്നെ ഇവിടുന്ന് 2-3 ഐറ്റംസൊക്കെ എടുത്ത് ഇറങ്ങി. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും ഭയങ്കര അഫോർഡബിൾ ആണ്. മോസ്റ്റ്ലി എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. എന്നാലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് തന്നെയാണ്.
അങ്ങനെ അവസാനം ഞാനൊരു ഇലക്ട്രോണിക് ഷോപ്പിൽ ആക്സസറീസൊക്കെ ഉള്ള ഒരു ഷോപ്പിലാണ് കയറിയത്. ആക്ച്വലി ഇവിടെ നിന്ന് എനിക്കൊരു ഐറ്റം എടുക്കാനുണ്ടായിരുന്നു. അത് കുറേ നാളായി ഞാൻ നോക്കി വെച്ചേക്കുന്നു. അങ്ങനെ സാധനമൊക്കെ എടുത്തു, നേരെ റൂമിലോട്ട് ഇറങ്ങി. ഒരുപാട് ലേറ്റായി, അപ്പോൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു കുട്ടി വ്ളോഗാണ്, കുട്ടി ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ.